പ്രതിപക്ഷത്തിരുന്ന് ആ മുന്നണി തന്നെ ഇല്ലാതാകും. അതിന് യാതൊരു സംശയവും വേണ്ട. അതുവഴി ഉരുത്തിരിഞ്ഞു വന്ന് എന്ന് വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട് ഇപ്പോൾ UDF-നുള്ളിൽ. അതായത് ജയസാധ്യതയുണ്ടായിട്ടും ചില കാരണങ്ങളാൽ തോറ്റുപോകുന്ന 2 മണ്ഡലങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറാൻ സാധ്യതയേറിയിരിക്കുന്നു. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് വിവരം. കോൺഗ്രസിൻ്റെ പട്ടാമ്പി മുസ്ലിം ലീഗിനും ലീഗിൻ്റെ തിരുവമ്പാടി കോൺഗ്രസിനും നൽകാനാണ് സാധ്യത ഏറിയിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലം പ്രമുഖരുടെ മണ്ഡലമാണ്. EMS നമ്പൂതിരിപ്പാട് മത്സരിച്ച മണ്ഡലം, അതുപോലെ KE ഇസ്മായിൽ, ലീലാ ദാമോദര മേനോൻ, MP ഗംഗാധരൻ തുടങ്ങിയ പ്രഗത്ഭർ മത്സരിച്ച മണ്ഡലം. പക്ഷേ അടുത്ത കാലത്തായി ആ മണ്ഡലത്തിൻ്റെ ഘടനയനുസരിച്ച് വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തുകയാണ്. KE ഇസ്മായിലും CP മുഹമ്മദും മുഹമ്മദ് മുഹസിനും ഒക്കെ അങ്ങനെയാണ് UDF-ൽ നിന്നും LDF-ൽ നിന്നും ഒക്കെ MLA-മാരായി വന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനും നല്ല സ്വാധീനമുള്ള പട്ടാമ്പി മുസ്ലിം ലീഗിന് നൽകുക എന്നതാണ് കോൺഗ്രസിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നാണ് അറിയുന്നത്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് അല്ലാത്തത് കൊണ്ട് MLA-യുടെ എതിർപ്പ് വരാനും ഇല്ല. മാത്രമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളിയെ തൊട്ടടുത്ത തവനൂരിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നന്മമരം ഫിറോസ് കുന്നുംപറമ്പിൽ ഇപ്പോൾ പാർട്ടി പണി മതിയാക്കി നിൽക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഒരസ്വാരസ്യങ്ങളുമില്ലാതെ അത് സാധ്യമാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. CPI-യിൽ വലിയ പടലപ്പിണക്കം നിലനിൽക്കുന്ന പട്ടാമ്പിയിൽ എളുപ്പം ജയിക്കാനാകുമെന്ന് UDF-ഉം കരുതുന്നു. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് നൽകാൻ പോകുന്ന തിരുവമ്പാടിയും. കോഴിക്കോട് ജില്ലയിലാണ് തിരുവമ്പാടി. തിരുവമ്പാടിയുടെ പ്രത്യേകത ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വരിക എന്നുള്ളതാണ്. 1977-ൽ രൂപീകൃതമായ തിരുവമ്പാടി മണ്ഡലത്തിൽ സിറിയക് ജോണിനെയും PP ജോർജിനെയും പോലെയുള്ള പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് പോയി മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-ൽ നിന്നും മത്തായി ചാക്കോയും ജോർജ് M തോമസും ഒക്കെ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിൻഡോ ജോസഫാണ് അവിടെ MLA. വെറും 4600 വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന്റെ വിജയം. ഏതായാലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരത്തിൽ പാട്ടും പാടി ജയിക്കാമെന്നുള്ളതാണ് കോൺഗ്രസിനെ ആ മണ്ഡലം ഏൽപ്പിക്കാൻ മുസ്ലിം ലീഗ് കണക്കുകൂട്ടിയിരിക്കുന്നത്. അത് നല്ല ജനസമിതിയുള്ള ജില്ലാ നേതാക്കളാരായാലും മതി, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയെ മത്സരിപ്പിക്കാനും സാധ്യതയേറെയാണ്. നിലമ്പൂർ ആര്യാടൻ സൗഖ്യത്തിന് നൽകി ജോയിയെ തിരുവമ്പാടി കയക്കാനാണ് സാധ്യത ഏറി വരുന്നത്. ജില്ലകൾ രണ്ടാണെങ്കിലും വെറും 40 കിലോമീറ്റർ പോലും ഇല്ല ജോയിയുടെ വീടും തിരുവമ്പാടി മണ്ഡലവും തമ്മിൽ എന്നാണ് വ്യക്തമാകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ, അതും ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇത്രയും കരുത്തനായ ഒരു DCC അധ്യക്ഷനായി തിളങ്ങി നിൽക്കുന്ന VS ജോയി അവിടെ മത്സരിക്കുകയാണെങ്കിൽ സുഖസുന്ദരമായി തിരുവമ്പാടി പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസും ലീഗും ഒരുപോലെ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കയ്യിലില്ലാത്ത 2 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത് UDF-ന്റെ പട്ടികയിൽ ചേർക്കാം എന്നുള്ളത് രാഷ്ട്രീയപരമായ ഏറ്റവും ശക്തമായ ഒരു തീരുമാനത്തിലെത്താൻ പോവുകയാണ് UDF. വരും നാളുകളിൽ അതിൻ്റെ ചർച്ച ഏറെ നടക്കുമെന്നാണ് അറിയുന്നത്.